സമൂഹത്തിൽ നടമാടുന്ന വിപത്തിന് നേരെ ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുകയാണ് കണ്ണൻ താമരക്കുളം വിരുന്ന് എന്ന ചിത്രത്തിലൂടെ. തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്തുമായി ചേർന്ന് കണ്ണൻ താമരക്കുളം ചെയ്ത പട്ടാഭിരാമനും അത്തരമൊരു വിപത്ത് ചൂണ്ടിക്കാട്ടിയ ചിത്രമായിരുന്നു. വളരെ ഒറ്റപ്പെട്ടതെങ്കിലും സമൂഹത്തിൽ നടമാടുന്ന ചില സംഗതികളെയും അതിന്റെ ഭവിഷ്യത്തുകളെയും കുറിച്ചാണ് വിരുന്നിൽ സംവിധായകൻ പറയാൻ ശ്രമിക്കുന്നത്. അതിനായി ഒരുക്കിയ പ്ലാറ്റ്ഫോമാകട്ടെ സിനിമയുടെ ക്ലൈമാക്സിലേക്കുള്ള യാത്രയെക്കുറിച്ച് യാതൊരു സൂചനയും നൽകാത്തതും. സിനിമ കണ്ടുകഴിയുന്ന പ്രേക്ഷകൻ പിറകിലേക്ക് ആലോചിച്ചാൽ സംവിധായകനും തിരക്കഥാകൃത്തും ആദ്യം മുതലേ ചില സൂചനകളൊക്കെ നൽകുന്നുണ്ടല്ലോ എന്ന് തിരിച്ചറിയുകയും ചെയ്യും. ജോൺ കളത്തിലെന്ന ബിസിനസ് പ്രമുഖൻ കൊല്ലപ്പെടുകയും സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അയാൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന നാട്ടുകാരുടെ വിലയിരുത്തലുകളിലാണ് സിനിമ ആരംഭിക്കുന്നത്. അയാളെ കൊലപ്പെടുത്തുന്നതാണെന്ന് പ്രേക്ഷകൻ ആദ്യം തന്നെ അറിയുന്നുണ്ട്. അതിനു പിന്നാലെ അയാളുടെ ഭാര്യ എലിസബത്തും വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. മരിക്കുന്നതിന് മുമ്പ് റോഡിലുണ്ടായിരുന്ന ഒരു ഓട്ടോ ഡ്രൈവറോട് തന്റെ കൊലപാതകത്തിനു പിന്നിലെ കാരണത്തെക്കുറിച്ച് എലിസബത്ത് വിശദമാക്കുന്നുണ്ടെങ്കിലും അത് അയാൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നില്ല. തുടർന്ന് നടക്കുന്ന അന്വേഷണമോ സഞ്ചാരമോ ആണ് വിരുന്ന്. നാട്ടിലെ നന്മമരമാണ് ഓട്ടോ ഡ്രൈവർ ഹേമന്ത്. അച്ഛൻ കാൻസർ ബാധിച്ച് മരിച്ചതിനാൽ അയാൾ ആഴ്ചയിലൊരിക്കൽ ആർസിസിയിൽ പോകുന്നവർക്ക് സൗജന്യ യാത്ര ഒരുക്കും. അയാൾക്കു മുമ്പിൽ നടക്കുന്ന ഒരു വാഹനാപകടത്തിന്റെ പിന്നാലെ അയാൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിലർ കൂടി അയാളോടൊപ്പം ചേരുകയും സിനിമയുടെ ക്ലൈമാക്സിലേക്ക് കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. പട്ടാഭിരാമനിലെന്ന പോലെ വിരുന്നിലും മികച്ച വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബാലേട്ടനായെത്തിയ ബൈജു സന്തോഷാണ്. വില്ലനിൽ നിന്നും തമാശ സ്വഭാവ നടനിലേക്കുള്ള പരിണാമം ബൈജു സന്തോഷിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട്. സിനിമയിലുടനീളം ബൈജുവിന്റെ സഖാവ് ബാലേട്ടൻ കസറുന്നുണ്ട്. കാഴ്ചക്കാർക്ക് മനസ്സിലാകാത്ത ചില സംഭാഷണങ്ങളും മന്ത്രോച്ചാരണങ്ങളും വിരുന്നിലുണ്ട്. അതിന് വിവർത്തനവും വരുന്നുണ്ട്. ഹീബ്രുവാണ് പ്രസ്തുത ഭാഷയെന്നാണ് കഥാപാത്രങ്ങൾ പറയുന്നത്. പുറം ലോകത്തിന്റെ കാഴ്ചകൾ മാത്രം കണ്ടു ശീലിച്ചവർക്ക് മുമ്പിൽ തങ്ങൾ കാണാത്തൊരു ലോകമുണ്ടെന്നും അവിടെ ദുരൂഹമായി പലതും സംഭവിക്കുന്നുണ്ടെന്നും വിരുന്നിൽ പറയുന്നു. തമിഴ് താരം അർജുൻ സർജ മുഴുനീള കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാള സിനിമയാണ് വിരുന്ന്. നേരത്തെ പ്രിയദർശന്റെ മരക്കാർ, അറബിക്കടലിന്റെ സിംഹത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. തമിഴിൽ ആക്ഷൻ കിങ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹത്തിന്റെ മികച്ച സംഘട്ടന രംഗങ്ങൾ വിരുന്നിൽ കാഴ്ചക്കാർക്ക് മികച്ച വിരുന്നാകും.